ഹലോ ഫ്രണ്ട്സ്, സെഗ സ്റ്റഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഖർ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതുകൂടി കാണുമല്ലോ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ കഥാനായകനായ ഫർഹാദിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിപ്കലി, ഗിർഗിഡ്, മക്കടി 3 കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെട്ടിരുന്നു. ബാക്കി കഹാനിയിലേക്ക് പോകാം. ചുമന്ന മഷി വെച്ച് വരച്ചിരിക്കുന്ന ഭാഗമാണ് ഇനി പഠിക്കാനുള്ളത്. നൈ മക്കാനിക്ക് നൈ സഫേദ് ചക്ക് ദീവാർമേം. അതായത് നൈ മക്കാൻ എന്താ, പുതിയ വീട്ടിൻ്റെ വെള്ള പൂശ് ഭിത്തിയിൽ, ദീവാർ ഭിത്തിയിൽ. പുതൈക്ക് പപ്പടി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ ഇളകിയ ഭാഗം. അവിടെ നിന്ന് സിർ നികാലത്തെ ഹുയെ കാലി ചീട്ടീനെ കഹ. അവിടെ തല പുറത്തിട്ടിട്ട് കാലി ചീട്ടി. അപ്പോൾ പുതിയ ക്യാരക്ടർ വരുവാണ്. ആരാണ്? കറുത്ത ഉറുമ്പ്. കറുത്ത ഉറുമ്പ് എന്താ വിളിച്ച് പറഞ്ഞത്? ആപ്പ് ലോഗ് ഇത്തിനി തേസ് ആവാസ് മേ ബാത്ത് കർ രഹേ ഹോ कि मेरी बच्चे सोने की बजाय करवट बदल रहे हैं. ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ സോനയ്ക്ക് ബജായ്, ഉറങ്ങുന്നതിന് പകരം കർവട്ട് ബദൽ രഹേ, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചിപ്പു ഇപ്പോൾ എവിടെ എത്തി? നമ്മുടെ ഫർഹാദിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെയുള്ള അടുത്ത ഒരു താമസക്കാരെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. ആരാണ്? ഫർഹാദിൻ്റെ വീട്ടിലെ ഭിത്തിയിൽ ഇപ്പോൾ താമസിക്കുന്നത് കറുത്ത ഉറുമ്പും അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ്. ഓഫ് മാഫ് കർന, ചിപ്കലീനെ മക്കടി की तरह സവാലിയ ആങ്കോ സെ ദേഖ്തേ ഹുയെ കഹ. എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ചിപ്കലി മക്കടിയുടെ നേരെ സവാലിയ ആക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? സവാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം അല്ലേ? സവാലിയ ആക്കോ എന്ന് പറഞ്ഞാൽ ചോദ്യ കണ്ണുകളോടെ നോക്കി. എന്തായിരിക്കും അവൻ്റെ കണ്ണുകളിലെ ചോദ്യം? അതെ, പുതിയ വീടാണ്. എപ്പോഴാണ് ഈ കറുത്ത ഈ ഉറുമ്പും അതിൻ്റെ കുട്ടികളും ഒക്കെ എപ്പോഴായിരിക്കും ഇവിടെ താമസമായത് എന്നാണ് അവൻ്റെ ചോദ്യം. അത് മനസ്സിലായിക്കൊണ്ട് മക്കടി മറുപടി പറഞ്ഞു, പത്താ നഹി കബ്സേ രേ രഹി. എനിക്കറിയില്ല ഇവരെപ്പോഴാണ് വന്ന് താമസിച്ചു തുടങ്ങിയതെന്ന്. മേം ഭി പെഹലി ബാർ ദേഖ് രഹി ഹൂം. ഞാനും ഇപ്പോഴാണ് ഇവരെ കാണുന്നത്. മക്കടീനെ ഫുസ്ഫുസാത്തേ ഹുയേ കഹ. വിസ്പർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിറുപിറുത്തുകൊണ്ട് മക്കടി പറഞ്ഞു, ചായ് തയ്യാർ ഹേ. അപ്പോൾ മറ്റൊരു ശബ്ദം, ചായ തയ്യാറാണ്. और मैं पड़ोसी होने की नाते, അയൽവാസി ആയതിനാൽ പെഹലി മുലാഖാത്ത് കെ മൗക്കെ പർ, ആദ്യ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ആപ്പ് ദോനോങ്കോ ഏക് സാത്ത് ബുലാ രഹി ഹും. നിങ്ങളെ 2 പേരെയും ഒരുമിച്ച് വിളിക്കുന്നു. ആരാണ് പറഞ്ഞത്? തത്തയ്യ ബോലി. അപ്പോൾ അടുത്ത ക്യാരക്ടർ അവിടെ വന്നിട്ടുണ്ട്. ആരാണ്? കടന്തലാണ്. നമ്മുടെ ഫർഹാദിൻ്റെ അടുത്ത ഫാമിലി മെമ്പർ വന്നിട്ടുണ്ട്, കടന്തൽ. മക്കടി അവർ ചിപ്കലി കോ കിഡ്ക്കി കെ പർദേ കി പീച്ചെ തത്തയ്യ കെ യഹാ ആക്കർ അച്ഛാ ഹി ലഗ. നമ്മുടെ ചിപ്കലിക്കും ചിലന്തിക്കും ജനാലയുടെ കർട്ടൻ്റെ പിറകിൽ വന്നത് നന്നായി തോന്നി. അച്ഛാ ഹി ലഹ. എന്തുകൊണ്ടാണ്? അതെ, ചായയൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. നമ്മുടെ ചിപ്കലി വീണ്ടും ചോദിച്ചു, ഓർ കോൻ കോൻ ഹേ യഹാ. ഇനി ഇവിടെ ആരൊക്കെയുണ്ട്? സാദാത്തർ സെ തും മിൽ ഹി ചുക്കി ഹോ. ഭൂരിഭാഗം ആൾക്കാരെ നീ കണ്ടു കഴിഞ്ഞു. ഇസ്കെ അലാവ ഏക് തോ ചൂഹാ ഹേ. ഇവരല്ലാതെ പിന്നാരുണ്ട്? ഇനി ഒരു എലി കൂടിയുണ്ട്. ലേക്കിൻ വോ പൂരേ സമയം നഹി രഹത്ത. അവൻ എല്ലായ്പ്പോഴും ഇവിടെ നിൽക്കില്ല. ആത്താ ജാത്താ രഹത്ത ഹെ. പോയി വന്ന് നിൽക്കും. കഫി കഫി ഏക് ദോ യാ 3 ദിൻ കേലിയ ഗായബ് ഫി ഹോ ജാത്താ ഹെ. ചിലപ്പോഴൊക്കെ 1, 2, 3 ദിവസത്തേക്ക് പോലും അവൻ അപ്രത്യക്ഷമാകാറുണ്ട്. ക്യാ കാം കർത്താ ഹെ വോ. അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? സുനാഹെ പത്രകാർ ഹെ. അപ്പം ചില്ലറക്കാരനല്ല അവനാരാണ്? പത്രപ്രവർത്തകനാണ് പോലും. തഫി. അപ്പോൾ ഇസ്കെ അലാവ ഓർ കോയ് ഓർ, ഇനി ഇവനല്ലാതെ ഇനി ആരെങ്കിലും ഉണ്ടോ? നഹി ഓർ കോയി നഹി. ഇനി ആരുമില്ല. ചിടിയാഫി ആത്തി ഹെ. പിന്നെ ആരും വരാറുണ്ട് ഇവിടെ? പക്ഷികൾ വരാറുണ്ട്. വൈസെ ദിന്മേം. അവരെപ്പോഴാണ് വരാറുള്ളത്? പകൽ സമയത്തെ പക്ഷികൾ അവിടെ വരാറുള്ളൂ. പിന്നെയോ? ലേക്കിൻ ഷാം കോ ചലി ജാത്തി ഹെ. പകൽ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ അവരങ്ങ് പൊയ്ക്കോളും.
പിന്നെ ഏക്ക് ഗിൽഹരി ഹേ, ഒരു അണ്ണാനുണ്ട്. വോ ബാഹർ രഹത്തി ഹെ, അവൾ പുറത്താ താമസിക്കുന്നത്. അന്തർ രഹനെ വാലെ കേവൽ ഹം ഹി ഹെ, അകത്ത് താമസിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓർ ശ്രീമാൻ ഫർഹാദ്, അപ്പോൾ ഫർഹാദോ, നമ്മുടെ ചിപ്കലി ചോദിച്ചു. ആരടുത്ത് ചോദിച്ച? തത്തയ്യ അവർ മക്കടി ദോനോങ്കി ഓർ ദേഖ്തേ ഹുയെ, രണ്ടുപേരോടുമായി ചോദിച്ചു. ക്യാ തും ഉൻകി ബാത്ത് കർ രഹി ഹോ, നീ അവനെ പറ്റിയാണോ ഈ പറയുന്നത്? ആരെപ്പറ്റി? ജോ ശരീർ पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं, ഒരു തരത്തിലുള്ള വസ്ത്രം മാറ്റി മറ്റൊരു തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന അവനെ പറ്റിയാണോ? पर वो तो केवल रात में रहने के लिए यहाँ आते हैं, അവൻ രാത്രി തങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. ഉസ്മേ ജ്യാദാതർ സമയം സോയെ രഹത്തെ ഹെ, രാത്രി തങ്ങാൻ വേണ്ടി വന്നാലും അതിൽ കൂടുതൽ സമയം അവൻ ഉറങ്ങാറാണ് ചെയ്യുന്നത്. തോടി ദേർക്കയിലെ ജാഗത്തെ ഹേ തോ കിതാബ് ഉടാക്കർ പഠനെ ലഗ് ജാത്തെ ഹേ, കുറച്ച് സമയം അവൻ ഉണർന്നാലും പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങും. സച്ച് പൂച്ചോ തോ വേ ബഹുത്ത് തോടി സി ജഹ ലേത്തി ഹേ, സത്യം പറയുകയാണെങ്കിൽ അവന് ഈ വീട്ടിൽ ഇസ് മക്കാൻമേ, ഈ വീട്ടിൽ വളരെ ചുരുങ്ങിയ വളരെ കുറച്ച് സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ. ഹമാരി തരഹ് ദീവാർ ഖിടിക്കിയാം ഛത്ത് സെ ഉൻക ഖാസ് ദേന നഹി, അവന് ഞങ്ങളെപ്പോലെ ഭിത്തിയോ ജനലുകളോ മേൽക്കൂരയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആര് പറഞ്ഞു? തത്തയ്യാനെ കഹ, കടന്തൽ പറഞ്ഞു. ഇത് ആര് സമ്മതിക്കുന്നുണ്ട്? നമ്മുടെ മക്കടി, നമ്മുടെ എട്ടുകാലി സമ്മതിക്കുന്നുണ്ട്. അതെ, അതിന് ഖാസ് ക്യാ ഹേ, അതിൽ പ്രത്യേകതയൊന്നുമില്ല, അവൻ അങ്ങനെ തന്നെയാണ്. ഉൻകോ തോ കുച്ച് ലേന നഹി, അവന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. മക്കടിക്കോ ബഹുത്ത് കം സമയമേ ഹി യഹ് ബാത്ത് സമജാ ഗയി തി, മക്കടിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതൊക്കെ അറിയാമായിരുന്നു. ഇസിലിയെ സോർ ദേക്ര ബോലി, അതുകൊണ്ട് അവളും ഉറപ്പിച്ച്, മക്കടിയും ഉറപ്പിച്ച് പറഞ്ഞു. चाय के बाद अपने अपने ठिकानों की ओर रुख करने से पहले मकड़ी छिपकली और ततैया ने एक दूसरे को अपने अपने पत्ते बताई. പത്ത ബത്താന എന്ന് പറഞ്ഞാൽ വിലാസം കൊടുക്കുക. ചായക്ക് ബാദ്, ചായ കഴിച്ചതിന് ശേഷം അപ്പനെ ടിക്കാനോങ്കി ഓർ, തങ്ങളുടെ വാസസ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം മക്കടിയും ചിപ്കലിയും തത്തയും തങ്ങളുടെ വിലാസം കൊടുത്തു. അവർ ഈ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും അവർ എവിടെയാണ്, ഏത് മൂലയിലായത് താമസിക്കുന്നതെന്നുള്ള ആ സ്ഥലം പറഞ്ഞു കൊടുത്തു. അത്ര അർത്ഥമുള്ളൂ ഇവിടെ. ദേർ രാത്ത് ശ്രീമാൻ ഫർഹാദായെ, അപ്പോൾ നമ്മുടെ ഫർഹാദ് കഥാനായകൻ വരുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത്? ഏറെ വൈകി രാത്രിയാണ് ഫർഹാദ് വരുന്നത്. ഉനോനെ ദോ കമരെ കിച്ചൻ അവർ ബരാമദേ വാലെ അപ്പനെ നയെ മക്കാനിമേ ഹർ ജഗഹ് ലൈറ്റ് ജലായി. അപ്പോൾ രണ്ട് മുറിയിലും അടുക്കളയിലും വരാന്തയിലുമൊക്കെ വിളക്ക് തെളിയിച്ചു. ഖാന ബനാകർ കായ, പിന്നെ എന്ത് ചെയ്തു? ആഹാരമുണ്ടാക്കി കഴിച്ചു. പാനി പിയ, വെള്ളം കുടിച്ചു. മച്ചർദാനി ലഗായി, എന്താ മച്ചർദാനി? കൊതുക് വല വിരിച്ചു. അവർ ലൈറ്റേം ബുച്ചാക്കർ സോഗയെ, പിന്നെ എന്ത് ചെയ്തു? അവൻ ലൈറ്റ് അണച്ചിട്ട് അവൻ ഉറങ്ങി. സോത്തെ ഹി ഊനെ സപ്ന ആന ശുരു ഹോ ഗയ, ഉറങ്ങിയപ്പോൾ തന്നെ അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. എന്താണ്? ഉൻകി സപ്നെ മേ ചൽ രഹാ താ കി ബുഖാരി മേ രഖി പുരാനി മടക്കി കെ പാസ് ചിപ്കലീനെ അണ്ടേ ദിയേ ഹേ. സ്വപ്നത്തിൽ അവൻ കാണുകയാണ്, ബുഖാരി എന്താണ്? നെരിപ്പോട്, ഫയർ പ്ലേസ്, അതിനടുത്തുള്ള പുരാനി മടക്കി, പഴയ മൺകലത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ചിപ്കലി അണ്ടേ ദിയെ, മുട്ട ഇട്ടിരിക്കുന്നു. कमरे के पीछे गैलरी की कोने में मकड़ी ने बहुत बड़ा जाला तैयार किया. റൂമിൻ്റെ പുറകിലുള്ള ഗാലറിയിൽ മക്കടി ബഹുത്ത് ബടാ ജാല, നമ്മുടെ ചിരന്തി വലിയ വല കെട്ടിയിരിക്കുന്നു. ജിസ്മേ, അതിലെന്തുണ്ട്? കുച്ച് മക്കിയ, കുറച്ച് ഈച്ചകളൊക്കെ പെട്ടിരിക്കുന്നുണ്ട്, കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഫർഹാദ് ഉസ് ജാലേക്ക ഫോട്ടോ
ക്ലിക്ക് കർ രഹേ थे. ഇത് ഫർഹാദ് ഇതിനെ ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അത് വേ ബഹുത്ത് ഖുഷിയ, സ്വപ്നത്തിൽ അവൻ വളരെ സന്തോഷവാനാണ്. എന്തുകൊണ്ട്? നയേ കർമ്മേ ഉൻക പരിവാർ ബഡ് രഹാ ഹെ, അവൻ്റെ പുതിയ വീട്ടിൽ അവൻ്റെ കുടുംബം വളരുന്നത് കൊണ്ട് അവൻ വളരെ സന്തോഷത്തിലാണ്. സഫി ഖുഷിയ, അവൻ മാത്രമാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. അതെ, ഫർഹാദ് വളരെ സന്തോഷത്തിലാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, പല്ലുമുട്ടയൊക്കെ തല്ലി പൊട്ടിക്കും അല്ലേ, എന്നിട്ട് ആ വലയെല്ലാം അടിച്ചു കളഞ്ഞ് ചിലന്തിനെയും തല്ലിക്കൊല്ലും അല്ലേ. പക്ഷേ ഫർഹാദ് അങ്ങനെയാണോ? അല്ല, സഹജീവികളോട് സ്നേഹമുള്ള മനുഷ്യനാണ് അല്ലേ, വളരെ സന്തോഷത്തിലാണ്. വേ സപ്നെ ദേഖതേ ദേഖതേ ഹി ജാഗ് ജാത്തേ ഹെ, അവൻ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഉണർന്നു. സുബഹ് ജാഗെ, നേരം പുലർന്നു. പലങ്കക്കെ നീച്ചേ രക്കി ചപ്പലും, പലങ്ക് എന്താണ്? കട്ടിൽ. നീച്ചേ രക്കി ചപ്പൽ, താഴെ പലങ്കിൻ്റെ താഴെ, കട്ടിലിൻ്റെ താഴെ വെച്ചിരുന്ന ചപ്പൽ, ചെരുപ്പിൽ പയർ ദിയെ, കാലുകൾ കയറ്റിയപ്പോഴോ തോ ഉനിയും ഗുദ്ഗുദി ഹുയി, അവനെന്താ? ഇക്കിളിയായി. ഇനി അവിടെ ആരാടെ? ഉനോനെ ദേക്കാക്കി തീൻ നൻഹി മേട്ടക്കിയാം ചപ്പൽ പർ ഏക്ക് ദൂസരേ സെ സടി ബൈട്ടി ഹെ, 3 നൻഹീൻ ചെറിയ കുട്ടികൾ. എന്തിൻ്റെ കുട്ടികളാണ്? മേട്ടക്ക എന്താണ്? തവള കുഞ്ഞുങ്ങളാണേ. ചപ്പൽ പർ ഏക്ക് ദൂസരേ എന്ന് വെച്ചാൽ അടുത്തടുത്ത്, പരസ്പരം അടുത്തടുത്ത്. ഏക്ക് ദൂസരേ സെ സടി ബൈട്ടി, പരസ്പരം അടുത്തിരിക്കുന്നു. ഉനൂനെ ചപ്പൽക്കോ ആഹിസ്തേ സെ ഉടായ, അദ്ദേഹം ചെരുപ്പ് മെല്ലെ എടുത്തു. തീനോ മേട്ടക്കിയോं को दूसरे हाथ की हथेली पर ले आया, ഒരു കൈ കൊണ്ട് ചപ്പലെടുത്തിട്ട് ആ മറ്റേ കൈവെള്ളയിൽ ഈ 3 തവള കുഞ്ഞുങ്ങളെയും വെക്കുന്നു. ഉൻകി ഹത്തേലി പർ വേ കിസി 3 പങ്കുടിയോ വാലെ ഹരേ ഫൂൽ കി തരഹ് ലഗ് രഹേ थे. ആ കൈകളിൽ ആ 3 തവള കുഞ്ഞുങ്ങളിരുന്നപ്പോൾ എന്തുപോലെ തോന്നി? 3 പങ്കുടിയാൻ വാലെ, പങ്കുടിയാൻ എന്താണ്? ഇതളുകളുള്ള, ഹരേ ഫൂൽ ഒരു പച്ച പൂവിരിക്കുന്നത് പോലെ തോന്നി. വേ കുച്ച് ദേർ ഊനെ ഹത്തേലി പർ ലിയെ ബാഹർ ഹവാ മേ ടഹൽനെ ലഗെ. ടഹൽന എന്ന് പറഞ്ഞാൽ ഉലാത്തുക എന്നാണ് അർത്ഥം. അവൻ ഈ തവള കുഞ്ഞുങ്ങളെയും കയ്യിൽ വെച്ചിട്ട് വെളിയിൽ ഉലാത്താൻ തുടങ്ങി. വേ തബ് തക്ക് ടഹൽത്തേ രഹേ, എപ്പോൾ വരെ ഉലാത്താൻ തുടങ്ങിയത്? തബ് തക്ക് വേ തീനോ 3 കുഞ്ഞുങ്ങളും കർ കൂതിനകൈ, കൈ നിന്ന് ചാടിപ്പോകുന്നത് വരെ അവൻ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുകയായിരുന്നു. ജബ് വേ ഘർമേം ഖേൽനെ ലഗി, അവർ വീട്ടിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ വേ ഐനയ്ക്ക് സാമനെ കടേ ഹോക്കർ മുസ്കുരാനെ ലഗി, അവൻ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. തഫി ഊനെ ഐനമേ ചിപ്കലി ദേക്കിയപ്പോഴാണ് അവൻ കണ്ണാടിയിൽ ഒരു പല്ലിയെ കണ്ടു, നമ്മുടെ ചിപ്കലിയെ കണ്ടു. നയേ ഘർമേ ഉൻ ദോനോങ്കി യഹ് പെഹലി മുലാഖാത്തതി, പുതിയ വീട്ടിൽ അവരുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. ഫർഹാദും പല്ലിയും കണ്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഹാനി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കൂട്ടുകാർക്ക് കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.